ഹായ് ഓൾ, ഇന്നൊരു ചെറിയ കേക്ക് ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ്, നോർമലായിട്ടുള്ള ഡെക്കറേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു 1.5 kg ട്രഫിളാണ് കേട്ടോ ചെയ്യണത്. ട്രഫിൾ കേക്കാണ്. അപ്പോൾ ടോപ്പിലായിട്ട് എന്താ പറയുക, ഗണേശെല്ലാം ഒഴിച്ച് ജസ്റ്റ് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർ പ്രത്യേകം മോഡലൊന്നും പറഞ്ഞിട്ടില്ല, ഈ ഒരു ട്രഫിളിൻ്റെ ലുക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബേബി ഗേൾ ആയതുകൊണ്ട് തന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഡെക്കറേഷൻ കൊടുക്കാമെന്ന് വെച്ചു. പ്ലെയിനായിട്ട് അങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. പിന്നെ അതുപോലെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് അതും കൊടുത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡറാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഡെക്കറേഷൻസൊക്കെ ചെയ്യാനും അത് എടുക്കാനൊന്നും അത്ര ടൈമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് അങ്ങനെ ചോക്ലേറ്റ് ഡെക്കറേഷൻ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ചില കസ്റ്റമേഴ്സ് ഇതുപോലെയാണ് കേട്ടോ, അവർക്ക് കേക്ക് കറക്റ്റ് അതിൻ്റെ ലുക്ക് എങ്ങനെയാണോ, ആ ഒരു ഫ്ലേവറിൻ്റെ ലുക്ക് എങ്ങനെയാണോ വരുന്നത്, ആ ഒരു ലുക്കിൽ തന്നെ ചെയ്യാൻ പറയും. അതങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ട്രഫിളായിക്കോട്ടെ, വേറെ വാഞ്ചോ കേക്ക്, അതെല്ലാം ആ ഒരു കറക്റ്റ് അതിൻ്റെ ക്ലാസിക് ലുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ട്രഫിൾ കേക്കൊക്കെ ചിലവർ ഉള്ളിൽ ട്രഫിൾ പറഞ്ഞിട്ട് പുറത്ത് തീം കേക്ക് പറയും. അങ്ങനത്തെവരൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കറക്റ്റ് അവർക്ക് കിട്ടൂല കേട്ടോ. ആ ഒരു ഗണേശെല്ലാം വരുമ്പോഴേ ആ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ 1.5 kg ഒരു വാഞ്ചോ കേക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ക്രം കോട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ ഇതാ ഫൈനൽ കോട്ട് ചെയ്യാണ്. പിന്നെ ഈ ഒരു കേക്ക് വൈകിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും എന്താ പറയുക, ഇത് പിന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പെട്ടെന്ന് വരുന്ന വർക്കൊക്കെ ആകുമ്പം നമ്മൾ കയ്യിൽ ഏത് സ്പഞ്ചാണുള്ളത് ആ ഒരു സ്പഞ്ചിന് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കേക്കുകളാണ് അവരോട് കൂടുതലും പറയുക കേട്ടോ. അപ്പോൾ ട്രഫിള് ആകുമ്പോൾ ട്രഫിളിന് ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പഞ്ചാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവേഴ്സ് എല്ലാം അവരോട് പറയും, ബ്ലാക്ക് ഫോറസ്റ്റും പറയും. അതിലേതാ വേണ്ടതെന്നാണ് ചോദിക്കാറുള്ളത്. അതേപോലെ വാനില സ്പഞ്ചാണെന്നുണ്ടെങ്കിൽ വാനില ഫ്ലേവറിലുള്ള എല്ലാ കേക്കുകളും നമ്മൾ അവരോട് പറയും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ, അപ്പോൾ ഈ പെട്ടെന്ന് വർക്ക് വരുന്ന സമയത്തൊക്കെ. അപ്പോൾ ഈ ഒരു വാഞ്ചോ കേക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ നോർമലായിട്ട് അതിൻ്റെ ലുക്കിൽ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഈവനിങ്ങിൽ കൊടുക്കാനായിട്ടാണ്. അപ്പോൾ എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ പാക്കിങ്ങും കൂടി കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനമാണല്ലോ. പിന്നെ ഡെലിവറി ടൈമിൽ നമ്മൾ ഓടിപ്പായേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കേക്കും പിന്നെ ഇതിൻ്റെ കൂടെ 2 കേക്ക് കൂടി ചെയ്യുന്നുണ്ട്. അത് പിറ്റേ ദിവസം മോർണിംഗിൽ ഡെലിവറി ചെയ്യാനുള്ളതാണ് കേട്ടോ. അതും ഇതിൻ്റെ കൂടെ തന്നെ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഫൈനൽ കോട്ടിങ് രാവിലെ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ട് വെറുതെ ക്രാക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, ടൈം ഒരുപാടുണ്ട്. പിന്നെ ഫൈനൽ കോട്ടിങ് ഒക്കെ നമുക്ക് കുറച്ച് സമയമല്ലേ ആവശ്യമുള്ളൂ. പിന്നെ ഇതാ വാഞ്ചോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡെക്കറേഷൻ. പിന്നെ 2 കേക്കും ക്രം കോട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹാഫ് ബർത്ത്ഡേ കേക്കും മറ്റേതും രാവിലെ ബാക്കിയുള്ള വർക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വാഞ്ചോ സിമ്പിളായിട്ടുള്ള അതിൻ്റെ ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ എന്താ പറയുക, പേര് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫോണ്ടന്റിൽ എഴുതിയിട്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട്, അങ്ങനെ വണ്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവരെ വിളിച്ചിട്ട് കറക്റ്റ് സ്ഥലം എല്ലാം ചോദിച്ചറിയണേ. എന്നിട്ട് പിന്നെ അത് ക്ലിയർ ചെയ്താലാണ് നമുക്ക് അതിനുള്ള ഡെലിവറി ചാർജ് എത്ര വരും എന്നുള്ളത് പറയാൻ പറ്റും. പിന്നെ ഏകദേശം എത്ര വരും എന്നുള്ളത് നമ്മൾ അവരോട് ആദ്യം പറയും. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. അങ്ങനെ പിന്നെ മോർണിംഗിൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ ഒരു പനിയെല്ലാം മാറിയതിൻ്റെ ശേഷം ഉള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു പഴയ ഒരു എനർജി തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് പറയാം. ക്ഷീണം വിട്ട് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുന്നത്തെ വീഡിയോ ഇട്ട സമയത്ത് ആരോ ഒരാൾ ചോദിച്ചു പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. എനിക്ക് ഈ ഒരു ക്ഷീണം ആണ് കേട്ടോ, പനിൻ്റെ ക്ഷീണമാണ്, അല്ലാതെ പ്രഗ്നൻ്റ് ഒന്നുമല്ല. പിന്നെ വയറ് കണ്ടിട്ടാണെങ്കിൽ അതെൻ്റെ വയറ് തന്നെയാണ് കേട്ടോ, അല്ലാതെ പ്രഗ്നൻ്റ് ഒന്നുമല്ല.
അപ്പോൾ അത് പറയാൻ കാരണം ഈ ഒരു കമൻറ്റ് മാത്രമല്ല കേട്ടോ, ചിലവരൊക്കെ നമുക്ക് എന്തെങ്കിലും ഈ സ്റ്റോറി എല്ലാം ഇടുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഇത് കാണുമ്പോൾ അത് ഇതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടോക്ക് ഉള്ളതായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞത്. കാരണം നമ്മൾ വീഡിയോസ് ഒരുപാട് പേര് കാണാറുണ്ട്, അവരെന്നെ ഇൻസ്റ്റഗ്രാമിലും വരും. അപ്പോൾ അത് അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ല, ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കൂട്ടാ. അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ കോട്ടിംഗ് ആണ് കേട്ടോ, ഈ ഒരു ഹാഫ് ബർത്ത്ഡേ കേക്കിൻ്റെ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളത് തന്നെ, ഇതിൽ പ്രത്യേകിച്ച് ഫോണ്ടൻറ്റ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ഡെക്കറേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോക്സ് ബോൾസ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത്. പിന്നെ ഇതിൽ ഈ ഒരു ഷേപ്പ് ആക്കലാണ് കുറച്ച് ടൈം നമുക്ക് വേണ്ടി വരിക. അപ്പോൾ താഴെ ഭാഗത്ത് കുറച്ചുകൂടി ക്രീം ഇടാണ്ട് കേട്ടോ, അത് നമ്മളിങ്ങനെ വർക്ക് ചെയ്തിട്ട് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് മനസ്സിലാവുക. ഇത് ഞാൻ ആ സമയത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ആ കേക്ക് ചെരിഞ്ഞിരിക്കണ പോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഫൈനലായിട്ട്. ഇപ്പോൾ ഇതാ ആ സൈഡെല്ലാം റെഡിയാക്കി കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ബേസ് ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ്. പിന്നെ ബേസ് ക്ലീൻ ചെയ്യുന്നത് ക്രം കോട്ട് ചെയ്ത സമയത്ത് തന്നെ ക്ലീൻ ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ ഫൈനൽ കോട്ടിങ്ങിൽ എന്തായാലും ക്ലീൻ ആക്കാൻ ഉണ്ടാവും, എന്നാലും ക്രം കോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ചെയ്യണം കേട്ടോ. കാരണം അതിൻ്റെ ക്രംസൊക്കെ താഴെ ഉണ്ടെങ്കിൽ പിന്നെ ഐസിങ് ചെയ്യുമ്പോൾ ആ ക്രംസൊക്കെ ക്രീമിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. താഴെയുള്ള കേക്ക് ജസ്റ്റ് നൈഫ് വെച്ചിട്ട് മിക്സ്ഡ് കളറിൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഡെക്കറേഷൻ. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാനത്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. പിന്നെ ഹാഫ് ബർത്ത്ഡേൻ്റെത് അതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേൻ്റെ താഴെ ഭാഗത്ത് ബർത്ത്ഡേ എന്ന് എഴുതിയ ആ വൈ ഭാഗമല്ലേ, വൈ വന്നിട്ടുള്ളത് അതിൻ്റെ അടുത്തുനിന്ന് പൊട്ടിപ്പോയിട്ടാണ്. പിന്നെ അറിയാത്ത രീതിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ആ പൊട്ടിയ പീസ് എവിടെ പോയി എന്നുള്ളത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ജസ്റ്റ് ആയി ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെയുള്ള ഹൈറ്റിലുള്ള കേക്കെല്ലാം വരുമ്പോൾ നമ്മൾ 2 ബോക്സ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ ഒരു ബോക്സ് വെച്ചിട്ട് തന്നെ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഈ ഒരു ക്ലോസ് ചെയ്യണ ഭാഗമില്ലേ ആ ഭാഗത്തായിട്ട് ഒട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാറാണ്. അതായത് ഈ സാധാരണ ബോക്സ് അടക്കണ പോലെ അടക്കാതെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതാ നേരത്തെ ഞാൻ ഒരു ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയിരുന്നില്ലേ, അത് ഈ ഒരു കേക്ക് ചെയ്യാനാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ സംസാരം മാറിയതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ഈ ഒരു ട്രഫിൾ ചെയ്യാൻ തന്നെ ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഹാമ്പർ ബോക്സ് ഉണ്ട്, അത് ഡ്രസ്സിൻ്റെ ഹാമ്പറാണ് കേട്ടോ. ഹാമ്പർ ബോക്സാണ് വന്നിട്ടുള്ളത്. അത് തിരൂർ കേറ്റർ പാക്കിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ആ ഒരു ബോക്സ്. പിന്നെ കുറച്ചൊരു നല്ലൊരു ഭംഗിയിലുള്ള ടൈപ്പാണ്, ഒരു ഹാൻഡ് ബാഗ് പോലെ ഇരിക്കും. അപ്പോൾ ഇത്രയാണ് കേട്ടോ അന്നത്തെ വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു കുറച്ച് ഡെക്കറേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു സിമ്പിൾ നോർമലായിട്ടുള്ള ഒരു ഡേ, അത് പ്രത്യേകിച്ച് കൂടുതലൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസൊക്കെ കൂടുതലായി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്